നിരാശ, തനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന നിരാശ, രോഗി പരിചരണത്തിന് വേണ്ടി മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ആ ഒരു നിരാശ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നിരാശ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഭംഗിയായി ചെയ്താൽ നമുക്ക് അങ്ങനത്തെ ഒരു നിരാശ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ സ്കൂൾ പഠിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് ലീവ് എടുക്കേണ്ട സമയം വന്നു, ലീവ് എടുത്തു. പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതിനാണല്ലോ, ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് ഇതിനാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് പോകുമ്പോൾ ഇവർ ആംബുലൻസ് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ പിന്നെ കാണിക്കാൻ പോകുന്ന രൂപത്തിലാണ് ഞങ്ങൾ പോയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പോകുന്ന രൂപത്തിലായിരുന്നു പോയത്. അവിടെ നിന്നാണ് അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ അമൃതയിലേക്ക് പോകുന്നത്. അങ്ങനെ 7 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. പക്ഷേ പോകുമ്പോൾ എൻ്റെ ബാഗിൽ 3 വെളിച്ചം ബുക്കാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം എടുത്തു വെച്ചത് അതായിരുന്നു. ഒന്ന് സൗദി വെളിച്ചം ബുക്ക്, നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന വെളിച്ചം ബുക്ക്, പിന്നെ ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്ന വെളിച്ചം ബുക്ക്, ഒരു നോട്ടും പേനയും ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഞങ്ങൾ അങ്ങനെ കരുതിപ്പോയതല്ല. പിന്നെ അതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ആളുകൾ ബാക്കിൽ വന്നത്. അത് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ നോക്കി ഏതെങ്കിലും സമയം ഒഴിവ് കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ് ക്ലാസ് ഒന്നും ഒഴിവാക്കാൻ പാടില്ല, ക്ലാസ് എടുത്തു കൊടുക്കണം. പിന്നെ മറ്റേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള നിയത്തോടു കൂടി എടുത്ത് ബാഗിലിട്ടതായിരുന്നു. അത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഇവരെ എന്തൊക്കെ ചെയ്തു കൊടുക്കണം അതൊക്കെ കൃത്യമായി ചെയ്തു കൊടുത്ത് ബാക്കി സമയം ഞാൻ എന്ത് ചെയ്തു ഇതിനു വേണ്ടി ഉപയോഗിച്ചു. ക്ലാസ്സുകളൊക്കെ എടുത്തു. അതേപോലെ തന്നെ സ്റ്റേറ്റ് മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്തു. അതിൻ്റെ ഇടയിൽ എല്ലാ അസുഖമൊക്കെ ഏകദേശം ഒന്ന് പൂർണ്ണമായെന്ന് കണ്ടപ്പോൾ ഉമ്മയെ നിർത്തിച്ച് ഷബാബിൻ്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഷബാബിൻ്റെ പരിപാടിക്ക് എറണാകുളത്ത് പോയി തിരിച്ചിങ്ങ് വന്നു. കാരണം ഇവർക്ക് എന്താ ഒരു എല്ലാ രൂപത്തിലും പിന്നെ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ഉഷാറ് വന്നപ്പോൾ ഉമ്മയോട് സമ്മതം ചോദിച്ച് ഒന്ന് പോയി വന്നോട്ടെ ചോദിച്ച്, ഉമ്മ ഞാൻ നിന്നോളാം, ഒരു പ്രശ്നവും ഇല്ല, പോരെന്ന് പറഞ്ഞ് രാവിലെ പോയി രാത്രി തിരിച്ച് എറണാകുളംകാരെ കൂടെ തന്നെയാണ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വീണ്ടും വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സമയം നമ്മൾ അനാവശ്യമായിട്ട് ചിലവഴിക്കാതെ വളരെ നല്ല രൂപത്തിൽ തന്നെ ഹോസ്പിറ്റലിലും ചിലവഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്കുണ്ടായത്. പിന്നെ പടച്ചോനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള നല്ലൊരു സമയം കിട്ടി. കുറേ ആളുകളുടെ വേദനകൾ മനസ്സിലാക്കാൻ സാധിച്ചു, അവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കാൻ സാധിച്ചു. അതോടൊപ്പം ഒരു സൈക്കോളജി ക്ലാസ്സിന് ചേർന്നു, 3 മാസത്തെ ഒരു ക്ലാസ്സിന് ചേർന്ന് രാത്രി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നിട്ട് ആ കോഴ്സും പൂർത്തിയാക്കി. മാഷാ അല്ലാഹ്, എന്താണ് പറയേണ്ടത്? പഠനം നടത്തി, സംഘടനാ പ്രവർത്തനം നടത്തി, ഖുർആൻ പഠനം അതിനിടയിൽ നടന്നു, സാമൂഹ്യ പ്രവർത്തനം, ആസ്പത്രിയിൽ സഹചാരികൾക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. ഞാൻ ആ ഒരു സമയത്ത് നേരിട്ട് കണ്ട കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അതുകൂടി അറിഞ്ഞാൽ, ഈ ലിംഫോമയിൽ ആ മറ്റേ സ്റ്റേജ് അറിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്തു എന്നുള്ളത് തികച്ചും അത്ഭുതത്തോടു കൂടി അല്ലാതെ നോക്കിക്കാണാൻ സാധിക്കില്ല. പഠിച്ചവൻ സ്വീകരിക്കട്ടെ. അന്ന് ഞാൻ ഒരിക്കൽ വരുമ്പോൾ ആസ്പത്രിയിൽ നിന്ന് തൊട്ടടുത്തുള്ള ആ വീട്ടിൽ താമസിക്കുമ്പോഴാണ് വരുന്നത്. അന്ന് QLS-ഉമായുള്ളൊരു ചർച്ചയും കുറച്ച് കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഖുർആൻ ലേണിംഗ് സ്കൂളിൻ്റെ വാർഷിക പരീക്ഷയിൽ 10ലധികം റാങ്ക് ജേതാക്കൾ എറണാകുളം ജില്ലയിൽ നിന്നുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് സമാപന സമ്മേളനത്തിൽ വെച്ചിട്ട് അതിന് അവാർഡുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്, അവർക്കുള്ള ആദരവ് കൊടുക്കുന്നുണ്ട്. QLS-ൻ്റെ അന്ന് ആ ഒരു അരക്ക് താഴെ തളർന്നു നിൽക്കുന്ന ക്യാൻസർ മുച്ചൂടും ബാധിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയിലും QLS-ൻ്റെ പേപ്പർ വാല്യുവേഷൻ എന്നുള്ള ഒരു 2-3 വർഷങ്ങളിലെ പേപ്പർ വാല്യുവേഷൻ, ഏറ്റവും അധികമുള്ള വർഷങ്ങളിലെ പേപ്പർ വാല്യുവേഷനിൽ ഭാഗമായത് സ്വന്തമായെടുത്ത തീരുമാനമാണോ, അല്ലെങ്കിൽ ISM അത് ഏൽപ്പിക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ടോ? ഞാനത് നമ്മൾ ഇത്തരമൊരു വേദി എന്നുള്ള നിലയിൽ, ഖുർആൻ പഠിതാക്കളുടെ ഒരു വേദി എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. അതെ, നമ്മളോട് തളരരുത് എന്ന് പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ നീ തളരില്ല എന്ന് പറയുന്നത് ഖുർആനാണ്, അതൊരു ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെയും പരമാവധി വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം. അപ്പോൾ ആശുപത്രിയിൽ ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ അബ്ദുൽ അസീസ് സഹ്റാനിയുടെ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് നമ്മൾ കേൾക്കേണ്ടതാണ്. അബ്ദുൽ അസീസ് സഹ്റാനി
അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് വളരെ മനോഹരമാണ്. അത് കേവലം ഒരു ഖിറാഅത്ത്, ഒരു പാരായണമായിട്ട് അങ്ങനെ പോവല്ല. വൈകാരികമായ ചില തലങ്ങളിൽ അങ്ങനെ ശബ്ദമുയർത്തിയും താഴ്ത്തിയും കരഞ്ഞും ഒക്കെ ഓതുന്ന മനോഹരമായൊരു ഖിറാഅത്തുണ്ട്. അതാണ് മുഴുവൻ സമയവും കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ കൂടുതൽ എൻഗേജ് ആവണം എന്ന് തോന്നിയ ഒരു സമയമാണ് അത്. ഞാൻ പലപ്പോഴും യുവതയിലേക്കൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പണി തരുമോ, ഇവിടെ വെറുതെ കിടക്കുകയാണ്, പ്രൂഫ് റീഡിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളത്. ആ സമയത്താണ് പ്രിയപ്പെട്ട അയ്യൂബ്ക്ക, അവിടെ ഉണ്ടോയെന്ന് അറിയില്ല, നേരത്തെ കണ്ടിട്ടുണ്ട്, അയ്യൂബ്ക്ക വിളിച്ചിട്ട് അതേപോലെ സാബിക്ക് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഖുർആൻ QLSൻ്റെ പേപ്പർ വാല്യുവേഷൻ നടത്തിക്കോളിയും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു സമയമാണ്. 2-3 ദിവസം കൊണ്ട് ഞാനത് ഒരു സുഭിക്ഷമായ ഭക്ഷണം ആർത്തിയോടുകൂടി തിന്നുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ നോക്കി തീർത്തിട്ടുള്ള പേപ്പറുകളാണ്. ഒരുപക്ഷെ ആ സമയത്തുള്ള നമ്മളുടെ അനാരോഗ്യം കൊണ്ട് അതിലെന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടാവും. അത് പടച്ചോന് പുറത്തു തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഖുർആൻ നമുക്ക് നല്ല രീതിയിൽ പാരായണം ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ പാരായണം ചെയ്യാൻ സാധിക്കും. അതുപോലെ അർത്ഥം മനസ്സിലാക്കാനും നമുക്ക് സാധിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ട്. ഒപ്പം ആശയതലം, അത് തഫ്സീറുകളോ അതല്ലെങ്കിൽ അതിലപ്പുറം നമുക്ക് ക്ലാസ്സുകളിൽ നിന്നും നല്ല പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇതിലൊക്കെ അപ്പുറം ഖുർആൻ വചനങ്ങളെ അനുഭവങ്ങൾ കൊണ്ട് വായിച്ചറിഞ്ഞ ഏതെങ്കിലും ഒരു നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു ചേർത്ത് വെക്കാൻ പറ്റുന്നത് ട്രീറ്റ്മെൻറ്റിൽ ഉടനീളം അങ്ങനെ തന്നെയാണ്. ഞാൻ അത് വിശദീകരിച്ച് പറയല്ല, കുറേയൊക്കെ പുസ്തകത്തിൽ ഉണ്ട്. അതിൽ സമയക്കുറവ് കൊണ്ട് എത്ര സമയമാണെന്ന് അറിയില്ല, ഇത് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ പെറ്റ് MRI എന്ന് പറയുന്ന ഒരു സ്കാനിങ് ഉണ്ട്. സാധാരണ പെറ്റ് സ്കാനൊക്കെ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെയാണ് ഉണ്ടാവുക. എന്നാൽ പെറ്റ് MRI എന്ന് പറയുന്നത് 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സ്കാനിങ് ആണ്. ഇപ്പോൾ സ്കാനിങ്ങിൻ്റെ മെഷീൻ തന്നെ കാണുമ്പോൾ പേടിയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ബഹളം കൂടിയായ അങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ 2.5 മണിക്കൂർ നമ്മൾ അനങ്ങാതെ കിടക്കണം. അനങ്ങാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഈ 2.5 മണിക്കൂർ റിപ്പീറ്റാണ്. അതാദ്യം തന്നെ പറയും. അതുകൊണ്ട് ഒരുവിധ ആളുകളൊക്കെ അനങ്ങാതെ കിടക്കും. പക്ഷേ ഈ 2.5 മണിക്കൂർ ചില സ്കാനിങ്ങിൻ്റെ സമയത്ത് അസഹ്യമായ വേദനയും ഉണ്ടാവും. കാലിൻ്റെ വേദന, കടച്ചിൽ, ഇതൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ അനങ്ങാൻ പാടില്ല. അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടെയും നമുക്കൊരു പിടിവള്ളി വേണമല്ലോ. അപ്പോൾ ഞാൻ അതിന് കണ്ടെത്തിയ ഒരു മാർഗം എന്നുള്ളത്, മുമ്പെപ്പോഴൊക്കെയോ മനഃപ്പാടമാക്കി വെച്ചിട്ടുള്ള കുറേ ഖുർആൻ ആയത്തുകളുണ്ടായിരുന്നു. കുറേയൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ മനഃപ്പാടമാക്കി പോന്നിട്ടുള്ളതാണ്. അത് വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുത്തു. കാരണം നമ്മൾ ഈ ഹിഫ്ളാക്കിയത് പൊടി തട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമാണല്ലോ, വെറുതെ നമ്മളത് എടുക്കുകയല്ലോ. അത് പൊടി തട്ടിയെടുത്ത് ആ ഒരു തീരുമാനത്തിൽ ഈ ഹിഫ്ള് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളൊക്കെ ദൗറ ചെയ്യുന്നുണ്ടല്ലോ, ആ ദൗറ സ്കാനിങ്ങിൻ്റെ മെഷീനിൽ നടക്കുമോ എന്നുള്ളതാണ് ഞാൻ പരീക്ഷിച്ച് നോക്കിയത്. അൽഹംദുലില്ലാ അത് വളരെ വിജയകരമായിരുന്നു. സൂറത്തുൽ ബഖറയിൽ നിന്ന് തുടങ്ങിയിട്ട് 2.5 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂറിലധികം ഓതാനുള്ള ഹിഫ്ള് എനിക്കുണ്ട് എന്ന് മനസ്സിലായത് അപ്പോഴാണ്. അത് ഒരു വിശുദ്ധ ഖുർആൻ പല നിലക്കും നമ്മളെ സ്വാധീനിക്കുകയും നമുക്ക് കരുത്ത് പകരുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു വേറിട്ട ഒരു കരുത്താണ്, അല്ലെങ്കിൽ ഒരു സഹായമായി തോന്നി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ടീച്ചർ MGM സംസ്ഥാന സമിതിയുടെ ഇഖ്റ ഓൺലൈൻ ഖുർആൻ പഠന പദ്ധതിയുടെ ഒരു കോർഡിനേറ്ററാണ്. ഇപ്പോൾ നമ്മൾ വെളിച്ചം പഠന പദ്ധതി, QLS, ഇത് ഒക്കെ ഓഫ്ലൈൻ ഒരു മോഡ് എന്ന് പറയാവുന്നതാണ്. ഇഖ്റ എന്നുള്ളതൊരു ഓൺലൈൻ മോഡാണ്. ഈ ഓൺലൈൻ ഖുർആൻ പഠനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇഖ്റ ഓൺലൈൻ ഖുർആൻ പഠന പദ്ധതി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. അൽഹംദുലില്ലാ 3000-ഓളം പേരാണ് ഇപ്പോൾ അതിലുള്ളത്.
4 ഗ്രൂപ്പുകളിലായിട്ട് 3000 സ്ത്രീകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ ക്ലാസ് ചിലപ്പോൾ ചില ആൾക്കാർ എത്തിച്ചേരാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരാഴ്ചത്തെ ക്ലാസ് പോയാലും അത് പിന്നെ കിട്ടില്ലല്ലോ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഓഫ്ലൈനിൽ. ഇപ്പോൾ ഓൺലൈനിൽ കയറുകയാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അത് അവർക്ക് ഏത് സമയത്തും എന്ത് ചെയ്യുക, രാവിലെ കൃത്യം 5 മണിക്ക് ക്ലാസ് ഇടും. അപ്പോൾ ആ ക്ലാസ് അവർക്ക് ഏത് സമയത്ത് എന്ത് ചെയ്യുക, കേൾക്കാം. ആ സമയത്ത് തന്നെ കേൾക്കേണ്ട ആൾക്കാർക്ക് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ കേൾക്കാം. അതല്ലാത്ത ആളുകൾക്ക് എല്ലാം കഴിഞ്ഞിട്ടും കേൾക്കാം. എന്നാലും അത് അവിടെ തന്നെ ഉണ്ടാവും. അൽഹംദുലില്ലാ അത് വളരെ വിജയകരമായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മക്കളെ, കുടുംബക്കാരെ എല്ലാവരെയും എന്ത് ചെയ്യുക, അതിൽ പങ്കാളികളാക്കാം. കാരണം കുട്ടികളൊക്കെ ദൂരെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ അതിലേക്ക് നമ്മൾ ചേർക്കുകയാണെങ്കിൽ അവരും അതിലുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. ഇപ്പോൾ 2 മാസത്തെ പൂട്ടിന് എൻ്റെ മകള് ഹിഫ്ദ് കോഴ്സിന് ഹാഫിളത്താവാൻ വേണ്ടി പഠിക്കുകയാണ് 2 മക്കൾ. അപ്പോൾ അവർ 2 മാസത്തെ പൂട്ടിന് വന്നപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ മെൻറ്ററാക്കിയിട്ട് എൻ്റെ മോളെ ആക്കിയതാണ്. കാരണം ഓതുന്ന ആൾക്കാരെ തെറ്റ് തിരുത്തി കൊടുക്കാൻ അവളാക്കിയപ്പോൾ എന്താണ്, അവർക്ക് ഒന്നും കൂടി എന്ത് ചെയ്യും, അതിൽ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് പറ്റുമല്ലോ. അപ്പോൾ 2 മാസം അവരെ ആണ് ഏർപ്പെടുത്തി. അങ്ങനെ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമ്മളെ കുടുംബത്തിൽ തന്നെ ആ ഗ്രൂപ്പ് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുത്താൽ കുടുംബത്തെയും കൂടി എന്ത് ചെയ്യാം, ഖുർആനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒന്ന് നമുക്ക് രോഗം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണമെന്ന് പറയാന്നുള്ളതാണ്. ഇപ്പം എനിക്കിപ്പോൾ അടുത്തുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ 23 വയസ്സുള്ളൊരു മകള്, അവൾ എല്ലാം കൊണ്ടും നല്ല ഉഷാറായ ഒരു കുട്ടിയായിരുന്നു. പക്ഷേ അവളുടെ രോഗം എന്താണ്, അവൾക്ക് പിന്നെ അത് മനസ്സിലേക്ക് അങ്ങ് കയറ്റാൻ അവൾക്ക് സാധിക്കുന്നില്ല. എനിക്ക് ക്യാൻസർ രോഗിയാണ് എന്നുള്ളത്. അങ്ങനെ അവളെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വാപ്പാനോട് പറഞ്ഞു, ഇത് ആരോടും പറയാൻ പാടില്ല, എന്നെ നിങ്ങൾ കീമോ ചെയ്യരുത്, കീമോ ചെയ്താൽ മുടി കൊഴിഞ്ഞു പോകും, അത് മറ്റുള്ളവർ കാണും, ബ്രസ്റ്റിനാണ് വന്നത്, അതുകൊണ്ട് നിങ്ങളിത് ആരോട് പറയരുത്, കുടുംബക്കാരോട് പറയരുത്. അപ്പോൾ അങ്ങനെ എന്താണ്, അത് മൂർച്ഛിച്ച് കഴിഞ്ഞ ആഴ്ച അവൾ മരണപ്പെട്ടു. നിങ്ങളറിയണം. അപ്പോൾ എന്താണ്, അത് അറിഞ്ഞിരുന്നുവെങ്കിൽ കുറേ ആൾക്കാരുടെ പ്രാർത്ഥന കിട്ടുമായിരുന്നു. ആ മോൾക്ക് നല്ല ഉഷാറുള്ള മകളാണ്, എല്ലാത്തിനും ഉഷാറാണ്. ഇപ്പം BEd സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ അവളുടെ കാസ്റ്റിന് ഞങ്ങൾ ഈ റീകാസ്റ്റ് മീഡിയയിൽ ഞങ്ങൾക്കുണ്ടായ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റീകാസ്റ്റ് മീഡിയയിൽ ഇത് വന്നപ്പോൾ ഇപ്പോൾ അറിയുന്നതും അറിയാത്തതുമായ കുറേ ആളുകൾ കൗൺസിലിങ്ങിന് വേണ്ടി ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഇത് ഈ രോഗം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നേരിട്ടത്, എങ്ങനെ പറഞ്ഞുകൊണ്ട് ദിവസവും എന്താണ് ഓരോരുത്തർ വിളിക്കും. അപ്പോൾ ഇതിൽപ്പെട്ട ഒരാളായിരുന്നു ഇവരും. അങ്ങനെ ഗൾഫിൽ നിന്ന് അവരുടെ കസിനെ വിളിച്ചിട്ടുണ്ടോണ്ട് പറയാണ്, ടീച്ചറെ അവരെന്ത് ചെയ്തിട്ടില്ല, കൃത്യമായ രൂപത്തിൽ ചികിത്സിച്ചില്ല. കുട്ടി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞില്ല. ഇനിയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോയി പിന്നെ കാണിക്കാൻ പറ്റും, ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ മൂർച്ഛിച്ചു. പഠിച്ചവൻ അവൾക്ക് നിശ്ചയിച്ച സമയം അതായിരിക്കും. എന്നാലും നമ്മളെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ രോഗം പറഞ്ഞേ എന്ന് വിചാരിച്ച എനിക്ക് തന്നെ കുറേ പഴി കേട്ടിട്ടുണ്ട്. എന്താണ്, ഇതെല്ലാവരോടും വിളിച്ചു പറയേണ്ടിയിരുന്നോ, അങ്ങനെ പറയും ചില ആളുകൾ. പക്ഷെ അങ്ങനെയല്ല വേണ്ട. നമ്മൾ കുറേ എൻ്റെ ഇതിൽ ഏറ്റവും നല്ല പ്രാർത്ഥനയും ഏറ്റവും നല്ല ചികിത്സയും കിട്ടിയാൽ പഠിച്ചവൻ എന്താണ്, അത് ഏത് സമയത്താണ് തീരുമാനിക്കുന്നത്. എന്തായാലും മരണമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ ഭാര്യയും ഭർത്താവും അങ്ങനെ നോക്കണം എന്നുള്ള രൂപത്തിൽ. അപ്പോൾ എനിക്ക് അത് അമൃതയിലുണ്ടായ ഒരു അനുഭവമാണ്. ഒരു 22 വയസ്സുള്ള മകൾ നിക്കാഹ് കഴിഞ്ഞ മകളാണ്. നിക്കാഹ് കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലേക്ക് പോയി, അവരൊന്നിച്ച് താമസിച്ചിട്ടൊന്നുമില്ല. ഈ സമയത്താണ് ഈ മകൾക്ക് പിന്നെ ബ്ലഡിലാണ് ക്യാൻസർ വന്നത്. പെട്ടെന്നുണ്ടായതാണ്. ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു മകളാണ്. അങ്ങനെ ആ ഉമ്മ ഇങ്ങനെ എന്നും കരയുന്നത് കണ്ടപ്പോൾ ഞാൻ പോയി ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴാണ് ഉമ്മ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കീമോ മരുന്ന് കയറുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ വലുതാണ്. അപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ മാപ്പ വന്നിട്ട് അടുത്തിരുന്നിട്ട് പറയുകയാണ്, എന്ത്, നമുക്ക് ഈ കീമോ മരുന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നിക്കാഹ് ചെയ്ത കുട്ടിയുടെ അവളെ ഭർത്താവിൻ്റെ ബാപ്പ വന്നിട്ട് പറയാണ്, നമുക്ക് ഈ ബന്ധം ഒഴിവാക്കിയാലോ എന്ന്. എന്താണ് കാരണം, ഈ ക്യാൻസർ രോഗം ബാധിച്ചതുകൊണ്ട്. എന്തായാലും മകന് 6 മാസമല്ലേ ആയിട്ടുള്ളൂ നിക്കാഹ് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് അവർ ഒന്നിച്ചിട്ടൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ ബന്ധം ഒഴിവാക്കിയാലോ. നിങ്ങൾ ആലോചിക്കേണ്ടത് ആ സമയത്ത് അവനൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, നേരത്തെ ഇവർ പറഞ്ഞല്ലോ, ആ സ്ട്രെസ്സൊക്കെ ഒഴിവായിക്കൊണ്ട് എന്താണ് അവർക്ക് ആ രോഗത്തെ എന്ത് ചെയ്യും, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിന് പകരം ഇത്തരത്തിലുള്ള വാക്കുകളാണ് വന്നതെങ്കിൽ, അപ്പം ഞാൻ അവർക്ക് പോയി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരു ഇണ ആരാണ് ഇപ്പം തന്നെ തുടക്കം തന്നെ നിനക്ക് മനസ്സിലായല്ലോ മോളെ, അതുകൊണ്ട് എന്താണ്, അത് നിങ്ങൾക്ക് പറ്റുന്നതല്ല, അവരങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് അതന്നെയാണ് ഏറ്റവും നല്ലത്. കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഖുർആനിലേക്ക് അടുക്കാനും. അപ്പോൾ നിസ്കാരത്തിനൊന്നും, കാരണം ഈ രോഗിയായിക്കഴിഞ്ഞാൽ നിസ്കാരമൊന്നും ഇല്ല എന്നുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ നമസ്കരിക്കണം, നന്നായി നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക, മനസ്സിൽ നല്ല പക്വത നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരിക.
പിന്നെ അവരങ്ങനെയാണ് ചെയ്തതെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ, അവസാനം അവർ ഡിവോഴ്സ് ചെയ്തു എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ കാരണം. പക്ഷേ ഈ സമയത്ത് ആ അദ്ദേഹത്തിൻ്റെ മകള് ചോദിച്ചു അത്രേ, വാപ്പാ ഈ രോഗം എനിക്ക് പിടിപെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്. സ്വന്തം മകള് വാപ്പയോട് ചോദിച്ചതാണ്, ഈ കാരണം കൊണ്ട് ഇവളെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്കാണ് ഈ രോഗം വന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പോയിന്റിലാണ് ടീച്ചർ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ 2 പോയിന്റുകൾ. യഥാർത്ഥത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ പുസ്തകത്തിലെ അവസാനത്തെ ഭാഗത്ത് വന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതിക്കൊണ്ടുവന്നതാണ്. ശാരീരിക അവശതകൾക്ക് മരുന്ന് കഴിക്കാം, മരുന്ന് പുരട്ടാം അല്ലെങ്കിൽ തടവാം, എന്നാൽ മാനസിക പിരിമുറുക്കങ്ങൾക്ക് എവിടെയാണ് മരുന്ന് പ്രയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ടീച്ചർ സൂചിപ്പിച്ചിട്ടുള്ളത്. സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൻ്റെ ഒരു വിശദീകരണത്തോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭിപ്രായ പ്രകടനത്തോടു കൂടി നമുക്ക് പൂർത്തീകരിക്കാം. ഇത് ഒരു ഡോക്ടറോട് ചോദിക്കേണ്ട ചോദ്യമാണ്, സ്ട്രെസ്സിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത്. സ്ട്രെസ്സ് എന്നുള്ളത് നമ്മൾ ഇക്കാലത്ത് പഠിക്കേണ്ടുന്നൊരു വിഷയമാണ് എന്നുള്ളത് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. കാരണം അമേരിക്കയുടെയൊക്കെ പുതിയ പഠനങ്ങൾ പ്രകാരം പറയുന്നത് ഈവൻ ക്യാൻസർ വരെ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് വരാം എന്നുള്ളതാണ്. അതിൻ്റെ നമ്മളുടെ കോർട്ടിസോൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ സെല്ലുകളെ നശിപ്പിക്കുമ്പോഴാണ് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കുറയുകയും അങ്ങനെ നമ്മൾ രോഗികളാവുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഖുർആൻ പഠിതാക്കളാണല്ലോ, വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്ൻ എന്ന് പറയുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കണ്ണുകൾ അതിൻ്റെ വിശദീകരണത്തിൽ അതിൻ്റെ കാഴ്ചശക്തി ക്ഷയിച്ചുപോയി എന്നൊക്കെ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അവിടെ വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്ൻ എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടുന്നൊരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നൊരു വാചകമുണ്ട്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസ്സഫ. അല്ലേ, നീ നിന്നെ തന്നെ നശിപ്പിക്കുമാറായി തീരും അല്ലേ, സങ്കടം കൊണ്ട് വിഷമം കൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഖുർആൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാൽ ഈ സ്ട്രെസ്സ് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണോ, നല്ലതില്ലേ ചീത്തയില്ലേ എന്നുള്ളതൊക്കെയാണ്. ഇവിടെ ബുദ്ധിപരമായ ഒരു തീരുമാനം നമുക്ക് കൈക്കൊള്ളാവുന്നതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു രോഗിയാകുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധി വരുന്നു, ഒരു സാമ്പത്തികമായ വലിയ കടക്കണിയിൽ അകപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മളങ്ങനെ ഇരുന്ന് കരയുകയാണെന്ന് വിചാരിക്കുക. സങ്കടം കൊണ്ട് വിഷമം കൊണ്ട് നമ്മൾ ഇരുന്നങ്ങനെ കരയുകയാണ്, അല്ലെങ്കിൽ ഒരേ ദുഃഖമാണ്, ഒരേ നിരാശയാണ് എന്ന് കരുതുക. എങ്കിൽ ആ കരച്ചിൽ കൊണ്ടോ നിരാശ കൊണ്ടോ സങ്കടം കൊണ്ടോ ആ രോഗം മാറുമെങ്കിൽ, അല്ലെങ്കിൽ ആ സാമ്പത്തികമായ കടക്കണി ഒഴിവാകുമെങ്കിൽ നമുക്കങ്ങനെ കരയാം. പക്ഷേ നടക്കുമോ? ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. അതിന് ഒരു പോസിറ്റീവായ വശമുണ്ട് എങ്കിൽ, അതുകൊണ്ട് സൂക്കേട് മാറുമെങ്കിൽ നമുക്ക് കരയാം. പക്ഷെ സംഭവിക്കുന്നത് എന്താ? നേരെ തിരിച്ചാണ്. നമുക്ക് എന്താണോ അസുഖം വന്നത്, അല്ലെങ്കിൽ എന്ത് പ്രയാസമാണോ ഉണ്ടായിട്ടുള്ളത്, അതിനെ വീണ്ടും കൂടുതൽ അതിനെ അധികരിപ്പിക്കുകയും നമ്മളെ കൂടുതൽ വഷളാക്കുകയും നമ്മളുടെ സെല്ലുകളെ വീണ്ടും ഡാമേജ് ആക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പണിയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് സങ്കടവും വിഷമമൊക്കെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ നിങ്ങൾ കരഞ്ഞോളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബുദ്ധിപരമായ ഒരു തീരുമാനം അതിനെ തൻ്റെടത്തോടു കൂടി നേരിടുകയും സന്തോഷത്തോടുകൂടി പടച്ച തമ്പുരാൻ അയച്ച ഒരു അതിഥിയാണ്. അതിഥിയെ സൽക്കരിക്കാത്തവനെ നമ്മളിൽ പെട്ടവനാണല്ലോ അല്ല എന്നാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്. നന്നായി സൽക്കരിച്ച് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞേക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാടായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം. പരിശ്രമം എന്ന് പറയുന്നത് സ്ട്രെസ്സല്ല യഥാർത്ഥത്തിൽ. പരിശ്രമിക്കാം. ശാരീരികമായി നമുക്ക്, കായികമായി നമുക്ക് അധ്വാനിക്കുകയും ഒരു സംഗതി നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കുകയൊക്കെ ചെയ്യാം.
അത് ആരോഗ്യകരമാണ്. പക്ഷേ അതിനോട് ചേർന്ന് മാനസികമായി നമ്മൾ കൂടുതൽ ടെൻഷൻ അനുഭവിക്കുമ്പോൾ അതിനൊരു ഫലവുമില്ല. മനസ്സുകൂടി അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടേണ്ടതില്ല എന്നുള്ളതാണ്. നമുക്ക് നേടേണ്ടത്, നമുക്ക് നേടാൻ കഴിയാത്തത് അതൊക്കെ പടച്ച റബ്ബ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലക്ക് വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചു പോകുമ്പോഴും ഇർജിഇ ഇലാ റബ്ബിക്ക് റാളിയത്തൻ മർളിയ എന്നാണല്ലോ, സ്ട്രെസ്സില്ലാതെ പോവുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സമാധാനത്തോടു കൂടി അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കുവാനും നിറഞ്ഞ തൃപ്തിയോടുകൂടി നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന അവസ്ഥയിലും അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുന്ന അവസ്ഥയിലും തിരിച്ചു പോകുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി മുമ്പ് ഒരു QLSൻ്റെ സംഗമമാണ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അന്നൊരു ടാർഗറ്റ് ഞാൻ ഇട്ടിരുന്നു, എഴുന്നേറ്റ് നടന്ന് QLSൻ്റെ സംഗമത്തിൽ പോകണമെന്ന്. അള്ളാഹുവിൻ്റെ തൗഫീക്ക് അതിന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് വീണ്ടും അതുപോലെയുള്ള ഒരു ഖുർആൻ പഠിതാക്കളുടെ സദസ്സിൽ എറണാകുളത്ത് പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള കൃതജ്ഞതയും കടപ്പാടും അറിയിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.